ടുഡേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ജോബ് ലേഔട്ട് എന്ന് പറഞ്ഞ ഒരു വിഷയമാണ്. ജോബ് ലേഔട്ട് അല്ലെങ്കിൽ സൈറ്റ് ലേഔട്ട് എന്ന് പറയും. ഒരു സൈറ്റിന്റെ അതിന്റെ സൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ഓഫീസുകളുടെയും അവിടെയുള്ള എന്തൊക്കെ ആവശ്യങ്ങൾ വേണം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ലേഔട്ട് നമ്മൾ തയ്യാറാക്കും. ജോബ് ലേഔട്ട് അല്ലെങ്കിൽ സൈറ്റ് ലേഔട്ട് എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിന് മുന്നേലെ കുറച്ച് പോർഷൻസ് ഉണ്ട്, അതിന്റെയൊക്കെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഞാൻ ഇട്ടു, നിങ്ങൾ അത് നോക്കി പഠിച്ചാൽ മതി. മുന്നേലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പോർഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ. മൊഡ്യൂൾ തീർന്നേ ഉള്ളൂ, ഇനി ഒരു ചെറിയ ഭാഗം കൂടെ ബാക്കി. നിങ്ങളുടെ സിലബസ് പറഞ്ഞ് ഡ്രോ ദ സ്കെച്ച് ഓഫ് എ ജോബ് ലേഔട്ട് അറ്റ് പ്രൊജക്ട് സൈറ്റ്. ഇത്ര മാത്രമേ സിലബസ് ഉള്ളൂ. അപ്പൊ ചിത്രം വരക്കാൻ മാത്രമേ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഒരു ലേഔട്ടിന്റെ ജോബ് ലേഔട്ടിന്റെ ചിത്രം വരക്കുക. കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം തോന്നുന്നു. അപ്പോ what is a job layout? What is a job layout? ഇതില് yes. Srirag EV, read out. What is a job layout? Srirag EV. I am unmuting Srirag EV. Yes. സ്ക്രീനിൽ കാണാമെങ്കിൽ നിനക്ക് വായിക്കാം. What is a job layout? A scaled drawing of a proposed construction site showing all relevant features such as entry points and exit points to the site, storage areas for materials and other necessary amenities such as contractors' office space for keeping equipments and labor housing, etc. Okay. The Enough, basic enough. input. Okay. Yeah. Okay. അപ്പോ എന്താണ് ജോബ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്കെയിൽഡ് ഡ്രോയിങ്. ഇറ്റ് ഈസ് എ സ്കെയിൽഡ് ഡ്രോയിങ് of the proposed construction site. Of the proposed construction site. ആ സൈറ്റിന്റെ ഒരു ഡ്രോയിങ് ആണ്. എല്ലാ സംഭവങ്ങളും അതിൽ എവിടെ അഗ്രിഗേറ്റ് സ്റ്റോർ ചെയ്യണം, എവിടെയാണ് സാൻഡ് സ്റ്റോർ ചെയ്യേണ്ടത്, എവിടെയാണ് കൺസ്ട്രക്ഷൻ ഓഫീസ് വേണ്ടത്, എവിടെയാണ് ഇലക്ട്രിക് വർക്ക് നടക്കേണ്ടത്, ഇതൊക്കെ കാണിക്കുന്ന ലേഔട്ടിനാണ് നമ്മൾ ഷോയിങ് ഓൾ റെലവന്റ് ഫീച്ചേഴ്സ് such as entry points. എവിടെ എൻട്രി പോയിന്റ്സ് വേണം, എവിടെ എക്സിറ്റ് പോയിന്റ്സ് വേണം, എവിടെ സ്റ്റോറേജ്, എവിടെയാണ് സൈറ്റ്, എല്ലാം മെറ്റീരിയൽസ് എവിടെ സ്റ്റോർ ചെയ്യും, contractors office where the contractor has to be located, space for keeping equipment where the mixer has to be, where the barbending equipment has to be, അതുപോലെ where the labor housing, ലേബറിന് അതായത് അതിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് എവിടെയാണ് താമസ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ all these features represents in a job layout. ഇതാണ് ഒരു ജോബ് ലേഔട്ട് എന്ന്. The basic input of construction job, namely men, material and machine, have studied about the 5M: man, material, machine, money. Okay, the basic input construction job, namely man, materials and machine, must be controlled and placed at the site in such a way that man, material, machines, ഇത് മൂന്നെണ്ണാണ് പ്രധാനം. നിങ്ങൾ നോക്കിക്കോ, ഇതെല്ലാം അതിൽ വന്നില്ലേ? മനുഷ്യന്റെ താമസം, മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്, മെഷീനറി കൺസ്ട്രക്ഷൻ വേണ്ടത്, ഇത് എവിടെ വേണം? ഇതാണ് യഥാർത്ഥത്തിൽ ജോബ് ലേഔട്ട്. The material stored as nearly as to the place of their utility. മെറ്റീരിയൽ ഏറ്റവും അടുത്ത് സ്റ്റോർ ചെയ്താൽ ഏറ്റവും ബെസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവ്, ആൾക്കാരുടെ ഒരു ദിവസം അല്ലെങ്കിൽ ആ ആൾക്കാർക്ക് അത്രയും ദിവസം പണിയെടുക്കേണ്ടി വരും. അതായത് അതുകൊണ്ട് ഏറ്റവും മിനിമം അടുത്തുള്ള സ്ഥലത്ത് വേണം സാൻഡ്, അഗ്രിഗേറ്റ്, അതുപോലെ റെയിൻഫോഴ്സ്മെന്റ് ഉള്ള സാധനങ്ങളൊക്കെ. ഇതൊക്കെ വളരെ അർജന്റ് ആയിട്ടുള്ള സംഭവം. The machines are positioned in such a way that they are full. അതുപോലെ മെഷീൻസ് എവിടെയായിരിക്കണം? അതിന്റെ ഫുൾ യൂട്ടിലൈസേഷൻ. ആ മെഷീൻ എന്തിനാണോ കൊണ്ടുവന്നത് അതിന്റെ ഫുൾ യൂട്ടിലൈസേഷന് വേണ്ട രീതിയിൽ അത് മെഷീൻ അവിടെ പ്ലേസ് ചെയ്യും. അതിന്റെ സ്പേസും കൂടെ. അഡിക്വേറ്റ് സ്റ്റോറേജ് ആൻഡ് അതർ അക്കോമഡേഷൻ മസ്റ്റ് ബി അവൈലബിൾ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗോഡൌൺസ്, മെറ്റീരിയൽസ് സ്റ്റോറേജ് ചെയ്യാൻ, അതുപോലെ അക്കോമഡേഷൻ ഫെസിലിറ്റി, ഇതൊക്കെ ഇതിൽ വേണം. എ ജോബ് ലേഔട്ട് റെപ്രസെന്റ്സ് എവരിതിങ്. റൈറ്റ്? ദെൻ പ്രിപ്പറേഷൻ ഓഫ് എ ജോബ് ലേഔട്ട്. എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഓഫ് എ ജോബ് ലേഔട്ട്? പ്രിപ്പറേഷൻ ഓഫ് എ ജോബ് ലേഔട്ട് എങ്ങനെയാണ്? പ്രിപ്പറേഷൻ ഓഫ് എ ജോബ് ലേഔട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിലുള്ളത്? ഒരു ജോബ് ലേഔട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അവസാനം നിങ്ങൾക്ക് ഒരു ജോബ് ലേഔട്ട് കാണിച്ചു തരും. അത് മാത്രം പഠിച്ചു ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കും.
നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ജോബ് ലേഔട്ട് വരക്കാനാണ്. വരക്കാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കണം. ഞാൻ തരുന്ന ചിത്രം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങളുടേതായ ഐഡിയയിൽ വരുത്താം, വേറൊന്നുമില്ല. അത് ആ സംഭവങ്ങളൊക്കെ ഏതിൽ വേണം? ജോബ് ലേഔട്ട്. To get the idea of the nature and the extent of work, the construction plan, specification, contract document and other available material describing the job. Job എന്നാണ് ഉദ്ദേശിക്കുന്നത് സൈറ്റ് ആണ്. Site should be studied carefully and a scaled drawing at a scale of 1:100 should be prepared showing the outline. നമുക്കൊരു വർക്കിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ വെറും കോൺട്രാക്ട് ഡോക്യുമെന്റ്സ് പ്ലാൻസും മാത്രം പോയി. നമുക്ക് അവിടുത്തെ ജോബ് ലേഔട്ട്, ആ സൈറ്റ് ലേഔട്ട് കണ്ടാൽ അറിയാം ഇതിന്റെ എക്സ്റ്റെന്റ് എത്രയാണ്, ഇത് ഈ വർക്കിന്റെ ഒരു വോളിയം എത്രയാണ്, ഇത് എത്ര ടൈം എടുക്കുന്ന ഏകദേശം. അപ്പൊ ഈ നോർമലി ഈ ജോബ് ലേഔട്ട് വരക്കുന്നത് 1:100 സ്കെയിൽ എത്രയാണ്? 1:100 ആണ് സ്കെയിൽ. What is the scale? 1:100. Yes. Then one more point, the entry and exit point as well as the area of temporary facility. Area of entry, വണ്ടി ഏതിലൂടെയാണ് വണ്ടി കടന്നു വരുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ എന്താ പറയേണ്ടത്, തോട്ടടയിൽ ഒരു വീട് കൺസ്ട്രക്ഷൻ. നമ്മൾ ചിന്തിക്കേണ്ടത് ഗൾഫിലൊക്കെ നടക്കുന്നത് എന്താ പറയേണ്ടത്, ബുർജ് ഖലീഫ പോലൊരു കൺസ്ട്രക്ഷൻ, അത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കും? അതിന് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് വേണം. ഇവിടെ ഒരു നില ബിൽഡിംഗ് ചിലപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ ഒരു നില ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യും. വളരെ ഫാസ്റ്റ് ആണ് അവിടെ ഗൾഫിലൊക്കെ കൺസ്ട്രക്ഷൻ. അപ്പോൾ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് വളരെ വ്യക്തമായിട്ട് വേണം. വണ്ടി കടന്നു വരാനും വണ്ടി പുറത്തോട്ട് പോകാനും. ഏരിയ ഓഫ് ടെമ്പററി ഫെസിലിറ്റി, ടെമ്പററി ആയിട്ടില്ലേ ലേബേഴ്സിന് താമസിക്കാൻ, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഇവിടെ ജോബ് ലേഔട്ടിൽ. ദെൻ ഫ്രം ദ എബോവ് സ്റ്റഡി ഫോളോയിങ് ഇൻഫർമേഷൻ ഷുഡ്, എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്? എത്ര അക്കോമഡേഷൻ, എത്ര ഏരിയ വേണം, എത്ര പണിക്കാർ വരും അറ്റ് എ ടൈം, ഒരു ദിവസം എത്ര പണിക്കാർ വരും. ഏരിയ ഇൻക്ലൂഡ്സ് ദ ഏരിയ റിക്വയർഡ് ഫോർ ഓഫീസിന് എത്ര ഏരിയ വേണം, സ്റ്റോറിന് എത്ര ഏരിയ, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എത്ര, ഓഫീസേഴ്സ് ഉണ്ടാവും അവർക്ക് അക്കോമഡേഷൻ, ലേബേഴ്സ് ഉണ്ടാവും ലേബർ ക്യാമ്പ് വേണം. ഏരിയ റിക്വയർഡ് ഫോർ മെഷീൻ ഷെഡ്, റിപ്പയർ ഷോപ്പ്, വർക്ക് ഷോപ്പ്, മിസലേനിയസ് അമ്യൂണിറ്റീസ് സച്ച് ആസ് ക്യാന്റീൻ, ടോയ്ലറ്റ്, ഡിസ്പെൻസറീസ്, ഹോസ്പിറ്റൽസ് വേണമെങ്കിൽ നിയർ ബൈ ഒരു ഹോസ്പിറ്റൽ നമ്മൾ സെറ്റ്. ഏരിയ ഫോർ സെക്യൂരിറ്റി ആൻഡ് ഫയർ ഫൈറ്റിംഗ്, പെട്ടെന്ന് ഒരു ഫയർ വരികയാണ് സൈറ്റ്, ഒരു ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റി ഹാസ് ടു ബി പ്രൊവൈഡഡ്, സെക്യൂരിറ്റി ഫെസിലിറ്റി ഹാസ് ടു ബി പ്രൊവൈഡഡ്. ഏരിയ റിക്വയർഡ് ഫോർ കൺസ്ട്രക്ഷൻ വർക്ക്, ദാറ്റ് ഓൾസോ ഷുഡ് ബി. കൺസ്ട്രക്ഷൻ വർക്ക് എവിടെയാണെന്നുള്ള സൈറ്റ് ലേഔട്ടിൽ ജോബ് ലേഔട്ടിൽ മാർക്ക് ചെയ്തിരിക്കും. ഫോർ ഹൗ മച്ച് പീരീഡ് ദ ഏരിയ മേ ബി അവൈലബിൾ, ഒരു ഏരിയ ഇപ്പോ മരത്തിന്റെ പണി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞു, ഫുൾ ടൈം മരത്തിന്റെ പണി ഉണ്ടാവില്ലോ, ജനാലയും പാതലും കഴിഞ്ഞാൽ എന്തായി, മരത്തിന്റെ പണി കഴിഞ്ഞില്ലേ, അപ്പൊ അവർ ഒഴിവാക്കിയിട്ട് ആ സ്ഥലത്ത് വേറെ എന്താക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജോബ് ലേഔട്ടിൽ. അതിനെന്ത് വേണം, എത്ര പീരീഡ് ഈ ഒരു വർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് നമ്മുടെ മനസ്സിൽ. പ്രിപ്പറേഷൻ ഓഫ് ജോബ് ലേഔട്ടിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഇതൊന്നും നിങ്ങൾ പഠിക്കാണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചിത്രം വരക്കാൻ മാത്രമേ പഠിക്കുള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കാനാണ്. ഇൻ ഡിസൈഡിങ് ദ ലൊക്കേഷൻ ഓഫ് ഈ the principle of storage of material and equipment as well as the factor which affect the job layout should be kept in. എവിടെയാണ് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ കൊടുക്കുന്നത്, ഇവിടെ ലൊക്കേഷൻ, അതുപോലെ എക്യുപ്മെന്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ ധാരണ. The problem of allocating the space of men, materials and machines has to be treated separately for. From the data collected, a plan is prepared. On this plan, natural features such as river and drainages and other obstacles should be marked. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ സൈറ്റ് വന്ന് നമ്മൾ എപ്പോഴും നല്ല എന്താ പറയുന്നത്, ചിലപ്പോൾ ഒരു റിവറിന് തീരത്തായിരിക്കും, അപ്പൊ റിവർ ഉണ്ടെങ്കിൽ റിവർ കാണിക്കണം. അപ്പൊ അവിടെ നമുക്ക് ഒന്നും പറ്റില്ല, കൺസ്ട്രക്ഷൻ ഓഫീസ് ഇടാൻ പറ്റില്ല, അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിന് വേണ്ട സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. On the same plan, different requirements of space as discussed should be marked in the grid. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏത് പ്ലാൻ ചെയ്യുമ്പോൾ ഗ്രിഡ് പ്ലാനിങ് ഈസ് ഓൾവേസ് എഫക്ട്. ഒരു ഗ്രിഡ് ആയിട്ട് പ്ലാൻ ചെയ്യും, ഗ്രിഡ് ആയിട്ട് ഇവിടെ എൻട്രി കൊടുക്കാം, ഈ ഗ്രിഡിൽ ഇവിടെയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് വരുന്നത്. അത് ഗ്രിഡ് ആയിട്ട് വ്യക്തമായിട്ട് ആ ഗ്രിഡ് ടച്ച് ചെയ്ത് ഓരോന്നിന്റെയും എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് വ്യക്തമായി പ്ലാൻ ചെയ്യാനാണ്. Then area required for storing different materials are shown in tabular form. അത് എത്ര ഏരിയ വേണം എന്നൊരു ടാബുലാർ ഫോമിൽ നമ്മൾ ചെയ്യാം. ഇതൊക്കെ ഏരിയാസ് ആണ്. എത്ര ഏരിയ വേണം, ടോയ്ലറ്റിന് എത്ര ഏരിയ, എത്ര ടോയ്ലറ്റ് വേണം സൈറ്റിൽ,
അത്തരത്തിൽ വലിയ മൾട്ടി കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു വീട് കൺസ്ട്രക്ഷൻ. ഒത്തിരി സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, പ്രൊജക്ട് മാനേജേഴ്സ് ഉണ്ടാവും, ഒരുപാട് ലേബേഴ്സ് ഉണ്ടാവും. ഒക്കെ ഒരു ദിവസം വെറും കോൺക്രീറ്റിംഗ് മാത്രമല്ല നടക്കുക. ഒരു ഫ്ലോർ കോൺക്രീറ്റ് കിടക്കുമ്പോൾ താഴത്തെ ഫ്ലോർ എന്ത് കിടക്കും? പ്ലാസ്റ്ററിംഗ് നടക്കും. രണ്ടാമത്തെ ഫ്ലോറിൽ ടൈൽ വർക്ക് നടക്കും. അപ്പൊ അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും കൺസ്ട്രക്ഷൻ. അതായത് അതിനൊരു ഡ്യൂറേഷൻ കൊടുത്തിട്ട് വർക്ക്. Chart of different stocks of different equipments and machines are prepared using standard. അതുപോലെ സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ഉപയോഗിച്ച് ഡിഫറെന്റ് എക്യുപ്മെന്റ്സും എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അങ്ങനെ വ്യത്യസ്തമായ മെഷീൻസ്, വ്യത്യസ്തമായ സ്ഥലങ്ങൾ നമ്മുടെ ലോകത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. The chart of working conditions of different equipments and machines and operation feature equipment. ഇപ്പോ കൺസ്ട്രക്ഷന്റെ മിക്സർ എന്ന് പറഞ്ഞ മെഷീൻ എല്ലാ സമയത്തും ആവശ്യമില്ല. എപ്പോഴാണോ കോൺക്രീറ്റ് വേണം ആ സമയത്ത് മാത്രം കൊണ്ടു, വെറുതെ സൈറ്റിൽ കൊണ്ടിട്ട് കാര്യമില്ല. അപ്പൊ അതൊക്കെ എപ്പോഴും വേണം, എങ്ങനെയാണ് വേണ്ടത്. അതുപോലെ ടവർ ക്രെയിൻസ് ഉണ്ട്, വലിയ ഇൻസ്റ്റലേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ക്രെയിൻസ് ഒക്കെ ഉണ്ട്, വലിയ കൺസ്ട്രക്ഷനിൽ കണ്ടിട്ടുണ്ട്. അത് എപ്പോഴാണ് വേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ വർക്കിംഗ് അത് ചാർട്ട് ചെയ്യണം വ്യക്തമാക്കി, ഏത് സമയമാണ് വേണ്ടത്. അപ്പൊ ആ സ്പേസ് നമുക്ക് അതിന് ഉപയോഗിക്കാം. Then actually at site many activities go side by side. അതാ ഞാൻ പറഞ്ഞത്, ഒരു സൈറ്റ് നമ്മൾ ചിന്തിച്ചാൽ ഗൾഫിലൊക്കെ നിങ്ങൾ പോയാൽ മെനി ആക്ടിവിറ്റീസ്, ഒരു സ്ഥലത്ത് ബാർബെൻഡ് ചെയ്തിട്ടുണ്ടാവും, ഒരു സ്ഥലത്ത് കോൺക്രീറ്റിംഗ് നടക്കുന്നുണ്ടാവും, വേറെ സ്ഥലത്ത് പ്ലാസ്റ്ററിംഗ് നടക്കുന്നുണ്ടാവും, അപ്പുറത്ത് മരപ്പണി നടക്കുന്നുണ്ടാവും. എല്ലാം പാരലലി നടക്കും. നമ്മൾ CPM 10 പഠിച്ചാണ്. അതിൽ 1-2 ആക്ടിവിറ്റി, 1-3 ആക്ടിവിറ്റി, 1-4 ആക്ടിവിറ്റി, അതൊക്കെ പാരലായിട്ട് നടക്കുന്ന ചിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ പഠിച്ചിട്ടാ. ഇങ്ങനെ 3 ലൈൻ ഇങ്ങനെ പോകുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? 3 വർക്ക് they are taking place parallelly. ഇങ്ങനെ 3 വർക്ക് എന്ത് ചെയ്യാണ്? പാരലലി നടക്കുകയാണ്. അങ്ങനെ 3 വർക്കൊന്നും ആയിരിക്കില്ല. ഇവിടെ വലിയൊരു കൺസ്ട്രക്ഷനിൽ ഏകദേശം ഒരു 1000-ഓളം ആക്ടിവിറ്റീസ്, 1000-ഓളം ആക്ടിവിറ്റീസ്, ഓരോ ഫ്ലോറിന് ഓരോ ആക്ടിവിറ്റി ആയിട്ട് വരും. സബ് കോൺട്രാക്ടേഴ്സ് ഒരുപാട് വരും, ഒരുപാട് കോൺട്രാക്ടേഴ്സ് വരും. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേ അല്ല. അപ്പോൾ നിങ്ങൾ ഗൾഫിലൊക്കെ ഭാവിയിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ജോബ് ലേഔട്ടും കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഒക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഗൾഫിലെല്ലാം അനന്ത സാധ്യതയുള്ളൊരു കോഴ്സാണ്. വെറും നാവും കുറച്ചൊരു ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസ സമ്പാദിക്കാൻ പറ്റും. Hence, the storage of material at exact place and repair of equipment at working place is. So, hence the storage of material at exact place and repair of equipment at working is. Thus, alternative most economical job layout should be. Yes, അതായത് മോസ്റ്റ് എക്കണോമിക്കൽ ആയ ഒരു ജോബ് ലേഔട്ട് പ്രിപ്പയർ ചെയ്യണമെന്നാണ്. അതായത് നമുക്കറിയാം കരാറുകാരൻ അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്ത് നടത്തുന്ന ഇപ്പൊ എല്ലാണ്ടിയാണ് കൺസ്ട്രക്ഷൻ ഏറ്റെടുത്ത്. അപ്പൊ എല്ലാണ്ടിക്ക് എന്ത് പാടില്ല? നഷ്ടം വരാൻ വേണ്ടി പാടില്ല. എല്ലാണ്ടിക്ക് എന്ത് വരാൻ വേണ്ടി പാടില്ല? നഷ്ടം വരാൻ വേണ്ടി പാടില്ല. അതുപോലെ എല്ലാണ്ടിക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും വരാൻ വേണ്ടി പാടില്ല. തരത്തിലായിരിക്കണം ഒരു ജോബ് ലേഔട്ട്. ഇനി ചില പ്രിൻസിപ്പിൾസും കൂടി ഉണ്ട് ജോബ് ലേഔട്ട് ഉണ്ടാക്കേണ്ടത്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെ പ്രധാനം. ഞാൻ പറഞ്ഞ ഒരു 7 പോയിന്റ്സ് വളരെ പ്രധാനം. ഇതുവരെ ഒന്നും മനസ്സിലാവാത്ത 7 പോയിന്റ്സ് ആണ്. The site should have preferably 2 openings. ചിത്രം വരക്കുമ്പോൾ 2 ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം സൈറ്റ്. ഒന്ന് ഉള്ളോട്ട് കടക്കാൻ, ഒന്ന് പുറത്തോട്ട് പോകാൻ. എന്തിനാണ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? ട്രാഫിക് കൺജഷൻ ഉണ്ടാവില്ല. ഒരു ഗേറ്റ് ഉള്ളെങ്കിൽ സെക്യൂരിറ്റിക്കാരന് നല്ല പണിയായിരിക്കും. ഉള്ളോട്ട് ഒരു വണ്ടി വരുന്നു, വണ്ടി ബാക്ക് എടുക്കും, ആ ഫ്രണ്ട് എടുക്കും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് 2 ഗേറ്റ് ഉണ്ടെങ്കിൽ വളരെ ബെസ്റ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വാട്ട് ഇസ് ദ സെക്കൻഡ് പോയിന്റ്? Pradula AK, read the second point. Yes, Pradula AK, read the second. I have unmuted your mic. Pradula, read the second point. Yes, Pradula, read the second point. The general office should be located near the main gate. This avoids confusion at a construction site. What is the meaning of that? അതായത് മെയിൻ ഗേറ്റിന്റെ അടുത്തുള്ള ജനറൽ ഓഫീസസ് അവോയ്ഡ് ചെയ്തിട്ട് എന്താ പറയാ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ
ശരിക്കും വായിക്കും, ശരിക്കും confusion. വായിച്ചിട്ട് പറ, വായിച്ചിട്ട് പറ. Read carefully. I am giving you 1 minute. Read carefully and explain. അതായത് ജനറൽ ഓഫീസ് മെയിൻ ഗേറ്റിന്റെ അടുത്ത് ഉണ്ടാക്കിയിട്ട് ഈ എന്താ പറയാ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ കൺഫ്യൂഷൻ ഒഴിവാക്കുക. അതായത് Yes, good. Pradula, excellent. Next, I may ask you, അതായത് പ്രതുല പറഞ്ഞതുപോലെ ജനറൽ ഓഫീസ് മെയിൻ ഗേറ്റിന്റെ അടുക്ക മെയിൻ ആയിട്ട് സൈറ്റിന്റെ ഓഫീസ്, മെയിൻ സൈറ്റ് ഓഫീസ് ഉണ്ടാവും എല്ലാ സ്ഥലത്തും. നിങ്ങൾ എവിടെ പോയാലും, ഇനിയിപ്പോ വടകര ഊരാളുങ്കൽ കൺസ്ട്രക്ഷന്റെ വർക്ക് പോയാലും അവിടെ സൈറ്റ് ഓഫീസ് ഉണ്ടാവും. അത് മെയിൻ ഗേറ്റിന് അടുത്ത് മെയിൻ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഒരാൾ വന്ന് കയറുകയാണെങ്കിൽ ഓഫീസ്, അല്ലാണ്ട് ഓഫീസ് തൊട്ട് പുറകിലല്ല, ബിൽഡിങ്ങിന്റെ തൊട്ട് പുറകിലല്ല ഓഫീസ് വേണം, മെയിൻ ഗേറ്റിന്റെ അടുത്താണ്. കറക്റ്റ് അല്ലേ? യെസ്. Then Srishna SR, read the third point. Srishna SR. Yes. The godown should be located just behind the general office. It facilitates delivery of the material to be stored in it. It also permits a closer supervision of the stores. Okay. Srishna SR, good. Then Vipin Kumar IV. എന്താണ് മൂന്നാമത്തത്? എക്സ്പ്ലെയിൻ. വാട്ട് ഈസ് ദ തേർഡ് പോയിന്റ്? എക്സ്പ്ലെയിൻ. എന്താണ് മൂന്നാമത്തെ പോയിന്റ് അർത്ഥം? എക്സ്പ്ലെയിൻ ചെയ്യൂ. ഹാവ് അൺമ്യൂട്ടഡ് യുവർ മൈക്ക്. വിപിൻ കുമാർ IV, ജസ്റ്റ് എക്സ്പ്ലെയിൻ. തേർഡ് പോയിന്റ് എന്താണ്? വിപിൻ കുമാർ IV, explain the third point. Vipin Kumar, I will mark you absent if you are not responding. Vipin Kumar IV, is it audible to you? Vipin Kumar, first call. Vipin Kumar IV, second call. Vipin Kumar IV, final call. Yes, you marked as absent. Next, I may tell you. Yes. Then okay, I tell you. Anjali Raj Sara 29. Anjali Raj Sara 29. Yes, you can read. ജനറൽ ഓഫീസ് എല്ലാം ഗോഡൌൺ തന്നെ ലൊക്കേറ്റ് ചെയ്യുക. അങ്ങനെയാണ് പറഞ്ഞത്. ഗോഡൌൺ ഷുഡ് ബി ലൊക്കേറ്റഡ് ജസ്റ്റ് ബിഹൈൻഡ് ദ ജനറൽ ഓഫീസ് എന്നല്ലേ പറഞ്ഞത്. തേർഡ് പോയിന്റ് അതെ. ഗോഡൌൺ ജനറൽ ഓഫീസിൽ തന്നെ ഗോഡൌൺ മേ ബി ലൊക്കേറ്റ് ചെയ്യാൻ നോക്കുക. ബിഹൈൻഡ് പിന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡെലിവറി ഓഫ് മെറ്റീരിയൽസ്. അതായത് ഇപ്പം മെറ്റീരിയൽസ് എല്ലാം പിന്നെ ആ സ്റ്റോറിൽ തന്നെ ഇതാക്കാൻ നോക്കുമ്പോ ഫെസിലിറ്റേറ്റ് ഡെലിവറി. അത് നമുക്ക് സൗകര്യം. അത് തന്നെയാണ്, സൗകര്യം തന്നെയാണ്. ഡെലിവറി ഓഫ് ദ മെറ്റീരിയൽ എളുപ്പമായിരിക്കും ഗോഡൌൺ അടുത്താണെങ്കിൽ. ഓഫീസ് ഇൻചാർജിന് പെട്ടെന്ന് സാധനങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് it permits the closer supervision of the stores. Closer supervision. അതെനിക്ക് മനസ്സിലായിട്ടില്ല. നീ അൺമ്യൂട്ട് ചെയ്തോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തോ. ഗുഡ് ഗുഡ്. ഹാവിങ് എ എക്സലന്റ് സ്കിൽസ്. ഓക്കെ, എന്താണ്? ഇറ്റ് ഓൾസോ പെർമിറ്റ്സ് എ ക്ലോസർ സൂപ്പർവിഷൻ ഓഫ് ദ സ്റ്റോർസ്. നമുക്കറിയാം, നമ്മൾ ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു ഗോഡൌൺ കൊണ്ടുപോകും. അതിന്റെ ഗുണം എന്താണ്? ഓഫീസിലുള്ളവർക്ക് എപ്പോഴും ഗോഡൌണിലാണ് ഏറ്റവും പൈസയുള്ള സാധനങ്ങൾ ഉള്ളത്. സിമെന്റ്, അഗ്രിഗേറ്റ്, സാൻഡ്, മറ്റേ കോൺക്രീറ്റ് ചെയ്യേണ്ട റോഡ്, ഇങ്ങനത്തെ സമാനങ്ങളെല്ലാം ഏതായാലും ഗോഡൌണിലാണ്. ഈ ഗോഡൌൺ അടുത്ത് വെച്ചാൽ പണിക്കാർക്ക് നമുക്കൊരു ക്ലോസ് സൂപ്പർവിഷൻ നമുക്ക് പറ്റും.
നമുക്ക് എപ്പോഴാ വേണ്ടത്? ഓഫീസും നാലോ സൈറ്റ് എഞ്ചിനീയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അവർക്ക് അതിനൊരു ചാർജ്, ഗോഡൌൺ ഒരു ചാർജ് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്താ പറയാ ആ ഒരു മെറ്റീരിയൽ സപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ജനറൽ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ ഗോഡൌൺ ലൊക്കേറ്റ്. മാക്സിമം എല്ലാ ജോബ് സൈറ്റ് ലേഔട്ടിലും എവിടെയാണോ ഇതുള്ളത് ഓഫീസ് ഉള്ളത് തൊട്ട് മുട്ടിയിട്ട് ഗോഡൌൺ നിങ്ങൾ വരക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ്. ഫോർത്ത് പോയിന്റ് ആരാണ് വായിക്കുന്നത്? ഫോർത്ത് പോയിന്റ് അർജുൻ ഓക്കെ, യു ക്യാൻ റീഡ്. അർജുൻ ഓക്കെ ക്യാൻ റീഡ് ദ ഫോർത്ത് പോയിന്റ്. യെസ്. Temporary roads may be constructed around the operational area. It promotes the flow of material and movement of equipment. In fact, if such roads are required to be constructed in the project, it is better to construct them first so that this can be used during the construction proper. Yes, explain what is the meaning of that. Explain the first sentence. Temporary roads may be constructed around the operation area. What is the meaning? എന്താണ് അതിന്റെ അർത്ഥം? അർജുൻ ഓക്കെ, tell me. What is the meaning? ഓപ്പറേഷൻ ഏരിയയിൽ ടെമ്പററി റോഡ്സ് കൺസ്ട്രക്ട് ചെയ്യാവുന്നത്. എന്താണ് ഈ ഓപ്പറേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ? What is മൂവ്മെന്റും ഓഫ് മെറ്റീരിയലിന്റെ മൂവ്മെന്റ് എല്ലാം കുറച്ച് ഈസി ആവും. Okay, good. Arjun, okay, excellent. You are listening to my class. Yes, I am okay with you. അതായത് ടെമ്പററി റോഡ്സ് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ we will be constructing the temporary roads for the easiness of the movement. ആ മൂവ്മെന്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. It promotes the flow of material, movement of equipment. In fact, if such roads are required to constructing project, it is better to construct them first so that can be used during the construction properly. തുടക്കത്തിൽ തന്നെ റോഡ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള റോഡ് ഉണ്ടാക്കുക. അല്ലാതെ ഒരു വർക്ക് പകുതിയായിട്ട് നമ്മൾ ആ റോഡ് അവിടെ ആവശ്യമാണ് അങ്ങനെയല്ല. തുടക്കത്തിലെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ റോഡ് അവിടെ ഉണ്ടാക്കുക. നല്ല മൂവ്മെന്റ് വേണ്ടി, ഹൊറിസോണ്ടൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് റോഡ്സ് കൺസ്ട്രക്ട്. നമുക്ക് എന്തിനാണ് ഗതാഗതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ നമുക്ക് ട്രാൻസ്പോർട്ടേഷന്റെ പൈസ കുറക്കാം, വളരെ ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ദ വർക്ക്ഷോപ്പ് ഫോർ ജോയിനർ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ചിലപ്പോൾ ഒരു വുഡൻ വർക്ക്ഷോപ്പിൽ 2 വുഡ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി, 2 മെറ്റൽസ് ജോയിൻ ചെയ്യേണ്ടി, ഇങ്ങനെ പല സ്റ്റീലുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ജോയിനർ വർക്ക്ഷോപ്പ്, ഫിറ്റർ വർക്ക്ഷോപ്പ്, ഇലക്ട്രീഷ്യൻ വർക്ക് should be decided and located by balancing easy and short access. അതായത് ആ എളുപ്പ റൂട്ട് പ്രോപ്പർ ആക്കിയിട്ട്, അതായത് ഏറ്റവും ലോ മീൻസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറക്കാൻ പറ്റുന്ന രീതി ജോയിനിങ് ഫീ പോലെ ഇലക്ട്രീഷ്യൻ വർക്ക്ഷോപ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ കണ്ണൂർ പോളിൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വർക്ക്ഷോപ്പിലേക്ക് പോകണമെങ്കിൽ എത്ര ദൂരം നടക്കണം? അത് ആ ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെ ആയിട്ട് റൗണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര എളുപ്പമാണ്. അത്തരത്തിൽ പ്ലാൻ ചെയ്യണം. നല്ലൊരു ലേ ഔട്ട് ആയിരിക്കണം. നമ്മൾ ഒരു പ്ലാനിങ്ങിന്റെ കുഴപ്പം തന്നെ, സിമ്പിൾ ആയി നിങ്ങൾ അങ്ങനെ ചെയ്യണം. നെക്സ്റ്റ്, സ്റ്റാഫ് അക്കോമഡേഷൻ ഷുഡ് ബി away from noise. It should be concentrated in one area to promote communication and reduce the cost of facility. നമുക്കറിയാം, നമ്മുടെ കൺസ്ട്രക്ഷനിൽ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യും. സൈറ്റ് എഞ്ചിനീയർ തൊട്ട് നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ മേലെ സീനിയർ സൈറ്റ് എഞ്ചിനീയർ, അതിന് മേലെ ഡിസൈൻ, പല വിങ്ങുകൾ ഉണ്ടാവും, പ്രൊജക്ട് മാനേജേഴ്സ് ഉണ്ടാവും, അതിന്റെ മേലെ അതിന് തൊട്ട് മുകളിൽ സൈറ്റ് ഇൻചാർജ്. അങ്ങനെ അവർക്കൊക്കെ നമുക്ക് എന്ത് വേണം? ഫെസിലിറ്റീസ്, താമസിക്കാനുള്ള സ്ഥലങ്ങൾ വേണം അല്ലെ, അതുപോലെ ലേബേഴ്സിന് വേണം. അതൊക്കെ ഈ നമുക്കറിയാം, അപ്പൊ ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കും, ഭയങ്കര സൗണ്ട് ആയിരിക്കും. സൗണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാക്സിമം വേണമെന്നുണ്ട്. തൊട്ട് പുറകിലോട്ട് കുറച്ച് ദൂരം വെച്ചാൽ എക്സിസ്റ്റിംഗ് സർവീസ് ഷുഡ് ബി മാക്സിമം. എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയ സർവീസ് അതിന്റെ അടുത്ത് അടിച്ച് പൊട്ടി കളയല വേണ്ടത്, അതിന് ഉപയോഗിക്കും. ഇപ്പോ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയ സർവീസ് അവിടെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു മേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഒരു ജോബ് ലേഔട്ടിന്റെ ചിത്രം കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇത് പഠിച്ചാൽ മാത്രം ജോബ് ലേഔട്ട് മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇതിൽ ജോബ് ലേഔട്ടിൽ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. യെസ്, ഇപ്പൊ ഒരാളെ വിളിക്കാം. പാർട്ടിസിപ്പൻസ് അസ്വന സുരേന്ദ്രൻ എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്? ഇത് കണ്ടിട്ട് എന്തൊക്കെയാണ് ഇതിൽ
what are all the officers included in this job layout? നിങ്ങൾക്ക് വരച്ച് പഠിക്കാനുണ്ട്. Aswana is having some staff quarters, okay, good. എവിടെയാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? labor camp, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാഫ് ക്വാർട്ടേഴ്സും ലേബർ ക്യാമ്പ് ഒക്കെ? ഈ വർക്കിംഗ് ഏരിയന്റെ ചുറ്റുമല്ല, തൊട്ട് പുറകിലല്ലേ ഉള്ളത്. ഇവിടെ ഗേറ്റ് ഏതാ? ഗേറ്റ് നോക്കൂ. ഗേറ്റ് ഫ്രണ്ടിലാണ്. ആ ഗേറ്റിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സും ലേബർ ക്യാമ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ ഇത് നിങ്ങൾ വരക്കാൻ പഠിക്കണം. അപ്പൊ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ലേബർ ക്യാമ്പ് തൊട്ട് പുറവിൽ പ്രൊവൈഡ് ചെയ്യാം. മെസ്സ്, ഭക്ഷണം കഴിക്കണ്ടേ? യു ക്യാൻ അൺമ്യൂട്ട് ഇറ്റ് യുവർ മൈക്ക്. അപ്പൊ അതിന് മെസ്സ്, ഭക്ഷണം കഴിക്കാനുള്ള മെസ്സ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്യാം. പറ്റിയെങ്കിൽ നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ നല്ല റോഡ് ഒന്ന് പ്രൊവൈഡ് ചെയ്യാം. റോഡ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, നല്ല റോഡ് ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോലെ വലിയ വർക്കൊക്കെ ആണെങ്കിൽ വർക്കിംഗ് ഏരിയ, ഇത് വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം. ഇവിടെയാണ് ബിൽഡിംഗ് ഉള്ളത്. ഈ ബിൽഡിംഗ് ഏരിയയുടെ തൊട്ട് റൗണ്ടിലായിട്ട് ഒരു ടവർ ക്രെയിൻസ് ഉണ്ട്. വലിയ ടവർ ക്രെയിൻ ഒക്കെ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ നീളത്തിലുള്ള വലിയ മെഷീൻ. അത് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടാണ്. ഓരോ വലിയ സംഭവങ്ങൾ, വലിയ JCB പോലത്തെ സാധനം ടവർ ക്രെയിൻസ് ഉണ്ടാവും. അതായത് മെറ്റീരിയൽസ് അത് നിങ്ങൾ വലിയ ബിൽഡിംഗ് ഒക്കെ എടുത്താൽ തൊട്ടടുത്ത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു ടവർ ക്രെയിൻ എന്താണെന്ന് കാണാം. അതുപോലെ സ്റ്റീൽ ഉണ്ടാവും, റെയിൻഫോഴ്സ്മെന്റ് സ്റ്റീൽ. ഒരുപാട് റോഡുകൾ, അതായത് കോൺക്രീറ്റിംഗിന് ഉപയോഗിക്കേണ്ട കമ്പികൾ അതിന്റെ തൊട്ടടുത്ത് ലൊക്കേറ്റ് ചെയ്യും, അതിന്റെ പൊസിഷൻ. ഇത് കൂടാതെ നമ്മൾ ഇതൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും. ഇവർ ഒറ്റ ഗേറ്റേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് വരാനും ഇങ്ങോട്ടേക്ക്, ഇവിടത്തേക്ക് വന്നു, ഇത് എക്സിറ്റ്. ലെഫ്റ്റിലേക്ക് കൂടെ കയറുന്നു, റൈറ്റിലേക്ക് കൂടെ ഇറങ്ങുന്നു. ഇങ്ങനെ കൊടുത്താലും മതി. പറ്റുമെങ്കിൽ 2 ഗേറ്റ്, ഒരു എക്സിറ്റ് ഗേറ്റ് സെപ്പറേറ്റ് തന്നെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത്തരത്തിൽ. പിന്നെ ഫ്യൂവൽ ആവശ്യമായിട്ട് വരും. പല മെഷീൻസും വർക്ക് ചെയ്യാൻ ഫ്യൂവൽസ് വേണം. ഒരു ഫ്യൂവൽ സ്റ്റേഷൻ തൊട്ടടുത്ത് വെക്കും. വാച്ച്മാന്റെ ഒരു ഹട്ട്, വാച്ച്മാന് താമസിക്കാനുള്ള സൈറ്റ് ഓഫീസിന് മുക്കിയിട്ട് ഗോഡൌൺ പറഞ്ഞിട്ട്, ഗോഡൌൺ സൈറ്റ് ഓഫീസിന്. ബ്രിക്ക്, സാൻഡ്, അഗ്രിഗേറ്റ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. തൊട്ട് പുറത്ത് തന്നെ. ഇവിടെ ബ്രിക്ക് കൂട്ടി വെക്കുക, ഇവിടെ സാൻഡ് കൂട്ടി വെക്കുക ലെഫ്റ്റ് സൈഡ്, അഗ്രിഗേറ്റ്സ് ലെഫ്റ്റ് സൈഡിലായിട്ട് കൂട്ടി വെക്കുക. ഇനി പ്ലംബിംഗ് വർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ പ്ലം ഷോപ്പിലൊക്കെ, ഒരു ഇലക്ട്രിക് ഷോപ്പ്, പവർ ബെൻഡർ, ബാറൊക്കെ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ബെൻഡേഴ്സ് ഉപയോഗിക്കും. ബാറൊക്കെ വളക്കണ്ടേ, കോൺക്രീറ്റ് ബാറൊക്കെ നമുക്ക് വളക്കി തിരിക്കാൻ വേണ്ടി പവർ ബെൻഡേഴ്സ് ഉപയോഗിക്കും. പവർ സോ ജോയിനറി വർക്ക്ഷോപ്പാണ്. എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ പവർ സോ ഉപയോഗിച്ചിട്ട്, നമുക്കറിയാം മരങ്ങളൊക്കെ മുറിക്കാൻ പവർ സോ നിങ്ങൾ കണ്ടിട്ടില്ലേ? പവർ സോ ജോയിനറി, അങ്ങനത്തെ എന്തെങ്കിലും മുറിക്കാനുണ്ടെങ്കിൽ, കട്ട് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോ ബ്രിക്സ് ഒക്കെ ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ ബ്രിക്സ് ഇടാൻ വേണ്ടി നമുക്ക് റെയിൻഫോഴ്സ്മെന്റ് സ്റ്റീൽ ഇവിടെ കൂട്ടിയിടാൻ വേണ്ടി. ലേബർ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് താമസിക്കാൻ, അതായത് ബംഗാളീസ് ഒക്കെ വന്നാൽ അവരെ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ. ദെൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് എന്താ ഈ വർക്ക് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഭക്ഷണം, മെസ് സൗകര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ജോബ് ലേഔട്ടിൽ നിങ്ങൾ റെപ്രസെന്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജോബ് ലേഔട്ടിൽ ആയിരിക്കണം. അപ്പോ നിങ്ങൾക്ക് ജോബ് ലേഔട്ടിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഏകദേശം നിങ്ങൾക്ക് ഒരു ജോബ് ലേഔട്ട് വരക്കാൻ വേണ്ടി, ഇത്തരത്തിലുള്ള ഒരു ജോബ് ലേഔട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വരച്ചിടാൻ വേണ്ടി പറ്റണം. ഈ ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നാലും കുഴപ്പം. എൻട്രി ഇപ്പൊ നിങ്ങളിപ്പോ സെപ്പറേറ്റ് ഗേറ്റ് ഒന്ന് കൊടുക്കണം. നിങ്ങളൊരു പരീക്ഷയ്ക്ക് ഒരു എന്താ പറയുന്നത്, ഡ്രോ എ ജോബ് ലേഔട്ട്, ഏകദേശം ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഗോഡൌൺ, ഓഫീസ്, അഗ്രിഗേറ്റ് സ്റ്റോറേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇസ് ഇറ്റ് കറക്റ്റ്? ഹാവ് യു അണ്ടർസ്റ്റുഡ്? ചാറ്റ് ബോക്സിൽ ഇടും. സംഭവം മനസ്സിലായിട്ടുണ്ടോ? ഒന്നുമില്ല, ഒരു സൈറ്റിൽ എന്തൊക്കെ ഓഫീസുകൾ വേണം അതിന്റെ ഒരു ചിത്രം, ഒരു സൈറ്റിൽ എന്തൊക്കെ ഓഫീസുകൾ അതിന്റെ ഒരു ചിത്രം, നിങ്ങൾ ഐഡിയയിലും വെച്ചിട്ട് ഒരു ചിത്രം നല്ല റെക്ടാങ്കിൾ ആക്കിയിട്ട് ആ ചിത്രം വരച്ച ഒരു 6 മാർക്ക്. ഇനി ചിത്രത്തിൽ ഇപ്പൊ അഗ്രിഗേറ്റ് സ്റ്റോറേജ് വിട്ടുപോയി, പ്രശ്നമില്ല, പോട്ടെ. ഒരു ചിത്രം നിങ്ങൾക്ക് വരക്കാൻ വേണ്ടി പറ്റും. ഇത്രയും മാഷ് പറയാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കൂ. എനി ഡൗട്ട് മീൻ യു ക്യാൻ ആസ്ക് മീ. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോയി. ഇത്രേ ഉള്ളൂ. That's it. Is there any doubt? Means you can ask me. You can unmute your mic and ask.
ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ ഐ വിൽ കൺക്ലൂഡ് മൈ സെഷൻ. അഭിമന്യു അറ്റൻഡൻസ് എടുത്തില്ല? അഭിമന്യു, ഹാവ് യു ടേക്കൺ ദ അറ്റൻഡൻസ് സ്ക്രീൻഷോട്ട്? സ്ക്രീൻഷോട്ട് എടുത്തില്ലേ അഭിമന്യു? എടുത്തോ? എടുത്തില്ലെങ്കിൽ ഇപ്പൊ എടുത്തോ. ഇപ്പൊ ഏകദേശം പാർട്ടിസിപ്പൻസ് അത്യാവശ്യം ഉണ്ട്. I think all around 54. Amal K, just now only he is joining. Amal K, 55 participants. ഈ അഞ്ചാൾ ആരാ ഷോട്ട് നോക്കണം? ഷഫ്ന ഇന്ന് വന്നിട്ടുണ്ടോ? ഷഫ്ന, he is absent. Every time she is telling some excuses. Sir, I don't have net, I don't have this. She is absent today also. വേറെ ആരാ absent? Check and tell me. വേറെ ആരൊക്കെ absent ഉണ്ട്? Mukta Ranjit, if she present, then Adarshan Prakash, is he present? No. Vipin Kumar IV, are you there? Vipin Kumar IV, Vipin Kumar IV, Vipin Kumar. അവന്റെ ഫോൺ കംപ്ലൈന്റ് ആണ്. അവന്റെ ഫോൺ കംപ്ലൈന്റ് ആണ്. Okay, no problem. Okay, അപ്പൊ നമുക്ക് സെഷൻ അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാനൊരു ഗൂഗിൾ ഫോം നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇടാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇതും, അതായത് അതും പിന്നെ ഇപ്പൊ അഭിമന്യു എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും. അതും കൂടെ ഒത്തു നോക്കി നിങ്ങൾ അറ്റൻഡൻസ് ഞാൻ ഫിക്സ്. ഓക്കെ, അപ്പൊ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഞാൻ മീറ്റിംഗ് എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ അല്ലേ? ചാറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ പറയൂ നിങ്ങൾ, ഞാൻ അയക്കാനായിട്ട്. ഓക്കെ സർ. യെസ് മുക്ത. ഓക്കെ പ്രണവ്. ഓക്കെ.